നമസ്കാരം. പ്രേക്ഷകർക്കേറെ സുപരിചിതനായ കൊല്ലം സുധിയുടെ മരണശേഷമാണ് ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത്. റീലുകൾ ചെയ്തിരുന്ന രേണു ഇപ്പോൾ മോഡലിംഗും ചെയ്യുന്നുണ്ട്. അഭിനയത്തിലേക്കും ചുവട് വെച്ചിട്ടുണ്ട് രേണു. എന്നാൽ രേണു റീൽസും മോഡലിംഗും ചെയ്ത് തുടങ്ങിയതിന് പിന്നാലെ തന്നെ രേണുവിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. സുധിയുടെ മരണശേഷം രേണു എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്നാണ് ചിലർ ചോദിക്കുന്നത്. രേണു ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോസിന് താഴെ രേണുവിനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരാറുണ്ട്. സുധിയുടെ മകൻ കിച്ചുവിനെ രേണു മറന്നെന്നും അവനെ അകറ്റിയെന്നുമാണ് പലരും പറയുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തിയുമായി ചെയ്ത റീലിന് പിന്നാലെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് രേണു നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രേണു കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇപ്പോഴത്തെ രേണു പങ്കുവച്ച പുതിയ പോസ്റ്റും ആരാധകരുടെ ശ്രദ്ധ നേടുകയാണ്. തന്റെ ഒരു ചിത്രവും അതിനൊപ്പം രേണു പങ്കുവച്ച 2 വരിയുമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത്. പ്രണയത്തെക്കുറിച്ചാണ് രേണു പോസ്റ്റിൽ പറയുന്നത്. ഇതിന് പിന്നാലെ താരം വീണ്ടും പ്രണയത്തിലായോ എന്നാണ് സോഷ്യൽ മീഡിയ അന്വേഷിക്കുന്നത്. എന്റെ കണ്ണുകളിലുള്ള പ്രണയം നിന്നോട് മാത്രമാണ്, അത് ആരാണ് എന്ന് തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല എന്നാണ് രേണുവിന്റെ പോസ്റ്റ്. ഇതോടെയാണ് രേണു പ്രണയത്തിലാണോ എന്ന് പലരും ചോദിക്കുന്നത്. പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കമന്റുകൾക്ക് രേണു മറുപടി നൽകുന്നുണ്ട്. സുധിച്ചേട്ടൻ എന്നൊരാൾ കമന്റ് ചെയ്തപ്പോൾ ഏട്ടൻ പോയി, എങ്കിലും ഏട്ടൻ എന്നും മനസ്സിൽ ദൈവത്തിന് തുല്യമാണ് എന്നാണ് രേണു നൽകിയ മറുപടി. സുധിച്ചേട്ടൻ എന്നും ഉണ്ടാകും എന്നും രേണു പറയുന്നുണ്ട്. അത് സുധിച്ചേട്ടനല്ലാതെ ആരാ എന്നായിരുന്നു മറ്റൊരാൾ ചോദിച്ചത്. സമയമാവട്ടെ പറയാമെന്നായിരുന്നു രേണുവിന്റെ മറുപടി. ആരാ ആ ആൾ പറ രേണു എന്നൊരാൾ പറഞ്ഞപ്പോൾ സമയമാവട്ടെ എല്ലാവരെയും അറിയിക്കാമെന്നായിരുന്നു രേണു നൽകിയ മറുപടി. രേണു തന്റെ പുതിയ വീഡിയോയെക്കുറിച്ചാണോ പോസ്റ്റിൽ പരാമർശിക്കുന്നതെന്നും ചിലർ ചോദിക്കുന്നുണ്ട്. സംശയങ്ങൾക്കൊന്നും രേണു വ്യക്തമായി മറുപടി നൽകിയിട്ടില്ല. സമയമാകുമ്പോൾ പറയാമെന്നാണ് രേണു പറയുന്നത്. പെർഫ്യൂം എന്നൊരാൾ കമന്റ് ചെയ്തിരുന്നു. പെർഫ്യൂം വീട്ടിലുണ്ടല്ലോ ഇപ്പോഴും എപ്പോഴും എന്നാണ് അതിന് രേണു നൽകിയ മറുപടി. വീണ്ടും വിവാഹിതയാവുകയാണോ എന്ന ചോദ്യത്തിന് രേണു നൽകിയ മറുപടി ഇപ്പോൾ ഇല്ല എന്നാണ്. ഇതെല്ലാം ആരാധകരിൽ ആകാംക്ഷ ജനിപ്പിച്ചിട്ടുണ്ട്. താരം മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുന്നുവെന്ന അനുമാനത്തിൽ രേണുവിനെതിരെ വിമർശനമായും ചിലർ എത്തിയിട്ടുണ്ട്. അത്തരക്കാരിൽ ചിലർക്ക് രേണു തന്നെ മറുപടി നൽകുകയും ചെയ്തിരുന്നു. ഭർത്താവ് മരിച്ചെന്ന് കരുതി അവർക്ക് മുന്നോട്ട് ജീവിക്കണ്ടേ, അവർക്ക് വേറെ കല്യാണം കഴിക്കണ്ടേ, ഇത് എന്തോന്ന്, ഏത് വീഡിയോ പോസ്റ്റ് ചെയ്താലും കുറെ എണ്ണം നെഗറ്റീവ് കമന്റുമായി ഇറങ്ങിക്കോളും. എന്നാൽ ഈ പറയുന്നവർ അവർക്ക് ചിലവിന് കൊടുക്കും. അവർ അഭിനയിക്കുന്നത് മാത്രം നിങ്ങളുടെ കണ്ണിൽ കാണുന്നുള്ളൂ. അവർ അവരുടെ ഇഷ്ടത്തിനല്ലേ ജീവിക്കുന്നത്, അതിന് നിങ്ങൾക്കൊക്കെ എന്താ എന്നായിരുന്നു ഒരാളുടെ കമന്റ്. ഇതിന് രേണു നൽകിയ മറുപടി അങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്നായിരുന്നു. വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ വന്ന് ഇല്ല എന്ന് പറയുന്നത് എന്തിനാണ്, പറയാതിരുന്നാൽ പോരെ. അതല്ല, ഇതിന് നെഗറ്റീവ് കമന്റ് വരും, അപ്പോ പിന്നെയും ഇൻസ്റ്റ തുറക്കുമ്പോൾ ഇതൊക്കെ തന്നെ വരും എന്നായിരുന്നു ഒരാളുടെ വിമർശനം. എനിക്കിഷ്ടമുള്ള പോസ്റ്റ് ഞാൻ ഇടും, നീ വേണയിൽ കാണുക എന്നായിരുന്നു രേണുവിന്റെ മറുപടി. ഈ കുട്ടിക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാനുള്ള മനക്കട്ടിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ആ കുട്ടിക്ക് ഒരു പങ്കാളി വേണമെന്നുണ്ടെങ്കിൽ അത് കല്യാണം കഴിച്ചോട്ടെ. അവരാർക്കും ഉപദ്രവമൊന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെ വേറെ കല്യാണം കഴിക്കില്ലെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ ഓരോ മാനസികാവസ്ഥയ്ക്ക് ഡിപ്പെൻഡ് ചെയ്തതാകില്ലേ. ആ പറഞ്ഞ സമയത്ത് ഒരുപക്ഷെ സുധിച്ചേട്ടന്റെ മരണത്തിൽ നിന്ന് മൂവ് ഓൺ ആയി കാണില്ല. സമയം കഴിയും തോറും ആ വേദനയും കുറഞ്ഞു വരുമല്ലോ. ചിലപ്പോൾ ഒരു വിഷമം എപ്പോഴും കാണും. എന്തായാലും ജീവിതത്തിൽ ഒറ്റപ്പെടുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. അവർക്ക് കല്യാണം കഴിക്കണമെങ്കിൽ കഴിച്ച് സന്തോഷമായി ജീവിക്കട്ടെ. അതിലൊന്നും നാട്ടുകാരുടെ സമ്മതം ആവശ്യമില്ലെന്നാണ് ഒരാൾ കുറിച്ചത്. അവിവാഹിതയായിരുന്നിട്ടും ഒരു കുട്ടിയുള്ള ഒറ്റയ്ക്ക് ജീവിക്കുന്ന സുധിയുടെ ജീവിതത്തിൽ എല്ലാം അറിഞ്ഞു കയറി ചെന്ന് മരിക്കുന്ന കാലത്തോളം സുധിക്ക് വേണ്ടി ജീവിച്ച സ്ത്രീയാണ് രേണു. രേണു ഇന്ന് അതുപോലെ തന്നെ ഒറ്റപ്പെട്ടുപോയി. അവർക്ക് ജീവിതമാകാം. സുധിയെ അവർ സ്വീകരിച്ച പോലെ അവരെ സ്വീകരിക്കാൻ ഒരാൾ വന്നാൽ അത് രേണുവിനോട് കാലം കാണിക്കുന്ന നീതിയാകും. മരിച്ചു കഴിഞ്ഞല്ല ഒരാൾക്ക് വേണ്ടി ജീവിക്കേണ്ടത്, ജീവിക്കുന്ന കാലത്താണ്. അത് രേണു ചെയ്തിട്ടുണ്ട്. ഇനി രേണുവിന് സന്തോഷകരമായ ഒരു ജീവിതമാണ് വേണ്ടത്. അത് കിട്ടട്ടെ, അവരും ജീവിക്കട്ടെ എന്നായിരുന്നു മറ്റൊരാൾ കുറിച്ചത്. ആദ്യ ഭാര്യ മകനെ കയ്യിൽ തന്ന് പോയപ്പോൾ ദൈവമായി കൊണ്ടുതന്ന സമ്മാനമാണ് രണ്ടാം ഭാര്യ രേണു. അവളുടെ മൂത്ത മകനായിട്ടാണ് രാഹുലിനെ കാണുന്നത്. അല്ലാതെ വേറൊരാളുടെ മകനാണ് അവനെന്ന് പറയുന്നത് അവൾക്ക് തീരെ ഇഷ്ടമല്ല. കിച്ചുവിനെ സ്വന്തം മകനായിട്ടാണ് കാണുന്നത്. അവൻ രേണുവിനെ അമ്മ എന്നാണ് വിളിച്ചതെന്നും തങ്ങളിപ്പോൾ അത്രയും സന്തോഷമുള്ള കുടുംബമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നുമാണ് സുധി പല പരിപാടികളിലും സംസാരിക്കവേ പറഞ്ഞിരുന്നത്. സുധിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകനാണ് കിച്ചു എന്ന പേരിൽ അറിയപ്പെടുന്ന രാഹുൽ ദാസ്. നടന്റെ മരണശേഷം രാഹുൽ സുധിയുടെ കൊല്ലത്തെ കുടുംബ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. 24 ന്യൂസ് ചാനലിന്റെ ഉടമസ്ഥരാണ് രാഹുലിന്റെ വിദ്യാഭ്യാസ ചെലവ് വഹിക്കുന്നത്. സുധിയുടെ മരണശേഷം രേണുവിനും മക്കൾക്കുമായി സന്നദ്ധ സംഘടനകൾ ചേർന്ന് കോട്ടയത്ത് പുതിയൊരു വീട് നിർമ്മിച്ചു നൽകിയിരുന്നു. രേണുവും ഇളയ മകൻ റിതിലും ഈ വീട്ടിലാണ് താമസം. അടുത്തിടെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ കിച്ചു പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു. അമ്മയുടെ വീഡിയോസ് വരുമ്പോൾ കാണും, അല്ലാതെ കമന്റുകളൊന്നും നോക്കാറില്ല െന്ന് കിച്ചു പറയുന്നു. ദാസേട്ടന്റെ കൂടെ വീഡിയോ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നുവെന്നും കിച്ചു പറയുന്നു. വീഡിയോ ചെയ്യേണ്ട എന്ന് താൻ പറഞ്ഞിരുന്നില്ലെന്നും അത് അമ്മയുടെ ഇഷ്ടമാണെന്നും കിച്ചു പറഞ്ഞു. എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും അച്ഛനാവത്തില്ലല്ലോ എന്നും കിച്ചു പറയുന്നു. അഭിനയത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണോ കിച്ചുവിന്റെ പഠനത്തിന് സഹായകമാകുന്നത് എന്ന ചോദ്യത്തിന് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്നും പോക്കറ്റ് മണി അയച്ചു തരാറുണ്ടെന്നും കിച്ചു പറയുന്നു. അമ്മയുടെ വീഡിയോസിന് താഴെ നെഗറ്റീവ് കമന്റുകൾ വരുമ്പോൾ സുഹൃത്തുക്കൾ പറയാറുണ്ടോ എന്ന ചോദ്യത്തിന് തന്റെ സുഹൃത്തുക്കൾ തന്റെ ലൈഫ് പൂർണ്ണമായി അറിയാമെന്നും കുഞ്ഞുനാൾ തൊട്ടേയുള്ള സുഹൃത്തുക്കളാണ് തന്റേതെന്നും എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാമെന്നും കിച്ചു പറയുന്നു. അമ്മ വീണ്ടും ഒരു വിവാഹം കഴിച്ചാൽ അത് അമ്മയുടെ ഇഷ്ടമാണ്. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, അമ്മ കല്യാണം കഴിക്കുകയാണെങ്കിൽ അമ്മയുടെ ഇഷ്ടം, അതിൽ എനിക്കൊരു അഭിപ്രായവുമില്ല. അമ്മയ്ക്ക് അമ്മയുടേതായ ജീവിതമുണ്ടല്ലോ, അത്രയല്ലേ ആയുള്ളൂ. അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല, വിവാഹം കഴിക്കണമെങ്കിൽ കുഴപ്പമില്ല. അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അമ്മയ്ക്ക് വിവാഹം കഴിക്കാം. ഞാനായിട്ട് അതിനെതിരെ നിൽക്കുന്നില്ല. പഠിക്കണം, ജോലി നേടണമെന്നാണ് ആഗ്രഹമെന്നും കിച്ചു പറയുന്നു.
പിന്നാലെ കിച്ചു പങ്കുവെച്ച കുറിപ്പും വൈറലായിരുന്നു. സുധിക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു രാഹുൽ എന്ന കിച്ചുവിന്റെ കുറിപ്പ്. പ്രിയപ്പെട്ടവരെ, ഞാൻ രാഹുൽ ദാസ്. ഒരുപാട് പേർക്ക് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒരുപക്ഷെ അറിയില്ലെങ്കിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. മരണപ്പെട്ടുപോയ കൊല്ലം സുധിയുടെ മകൻ. എന്റെ പ്രിയ അച്ഛന്റെ മരണത്തിന് ശേഷം എന്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയും ഏറെ പ്രിയപ്പെട്ടവരായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കൊല്ലത്തുള്ള ജീവിതവും എനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളും നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നുന്നു. അതിനായി ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരട്ടെ എന്നാണ് രാഹുൽ കുറിപ്പിനോട് ചോദിച്ചത്. മാത്രമല്ല, ഇനിയൊരു അഭിമുഖം കൊടുക്കില്ലെന്നും കിച്ചു പറഞ്ഞിരുന്നു. അതേസമയം ഇനിയൊരു വിവാഹം തനിക്ക് ഉണ്ടാവില്ലെന്ന തീരുമാനം മാറിയിട്ടില്ലെന്നാണ് രേണു പറഞ്ഞിരുന്നത്. ഇനിയൊരു വിവാഹം കഴിക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ. അത് ഇതുവരെയും മാറ്റിയിട്ടില്ലല്ലോ. മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം സുധി എന്ന പേര് എന്നേക്കുമായി പോകും. അദ്ദേഹം എന്നും എന്റെ മനസ്സിലുണ്ട്. അത് പോകാൻ എനിക്ക് താല്പര്യമില്ല. സുധിച്ചേട്ടന്റെ വൈഫ്, അതാണ് ഞാൻ. എന്നെ നിന്ന് ഒരുപാട് ദൂരെയാകും സുധിച്ചേട്ടന്റെ പേര്. അദ്ദേഹം ഇപ്പോഴില്ല. പേരും ഓർമ്മകളും മാത്രമാണുള്ളത്. അത് കളയാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്നും രേണു പറയുന്നു. ഇനിയൊരു വിവാഹം തനിക്ക് ഉണ്ടാവില്ലെന്ന തീരുമാനം മാറിയിട്ടില്ലെന്നും രേണു കൂട്ടിച്ചേർത്തു. ഇനിയൊരു വിവാഹം കഴിക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ. അത് ഇതുവരെയും മാറ്റിയിട്ടില്ലല്ലോ. മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം സുധി എന്ന പേര് എന്നേക്കുമായി പോകും. അദ്ദേഹം എന്നും എന്റെ മനസ്സിലുണ്ട്. അത് പോകാൻ എനിക്ക് താല്പര്യമില്ല. സുധിച്ചേട്ടന്റെ വൈഫ്, അതാണ് ഞാൻ.